നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം. തലശ്ശേരി കോടതിയിലെ സീനിയർ അഭിഭാഷക PV സോണിയെ ആക്രമിച്ച സംഭവം തികച്ചും നിർഭാഗ്യകരമാണെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് KP ഹരീന്ദ്രൻ. കഴിഞ്ഞ ദിവസം തലശ്ശേരി കുടുംബ കോടതി പരിസരത്ത് വെച്ച് അഭിഭാഷകയ്ക്കു നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് കോടതി പരിസരത്ത് ചേർന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹരീന്ദ്രൻ. തലശ്ശേരി കോടതിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു അഭിഭാഷകയെ കക്ഷി ആക്രമിക്കുന്ന സംഭവം ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ വളരെ ഗുരുതരമായ പരിക്കുകളാണ് അഭിഭാഷകയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് കുറ്റാരോപിതന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സംഭവത്തിൽ മാപ്പ് ചോദിക്കുന്നതിനു പകരം കുറ്റാരോപിതൻ അഭിഭാഷകയ്ക്കെതിരെ അവരെ കുറ്റപ്പെടുത്തി അവരുടെ ഭാഗത്തു നിന്നും അക്രമം ഉണ്ടായിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കാൻ ശ്രമിക്കുകയും അവിടെ നിന്നും അഭിഭാഷകയ്ക്കെതിരെ പരാതി കൊടുക്കാൻ ശ്രമിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ തലശ്ശേരി കോടതിയിലെ ഒരു സീനിയർ അഭിഭാഷകയായ PV സോണിയെ കുടുംബ കോടതിയുടെ വരാന്തയിൽ വെച്ച് ഒരു കൗൺസിലിംഗ് ഹാളിൽ നിന്ന് പുറത്ത് ഇറങ്ങി വരുന്ന വഴിക്ക് ആക്രമിച്ചത്. നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. തലശ്ശേരി കോടതിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഇങ്ങനെ ഒരു അഭിഭാഷകയെ ഒരു കക്ഷി ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. വളരെ ഗുരുതരമായ പരിക്കുകളാണ് അഭിഭാഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. അഭിഭാഷകയുടെ മാക്സി പിടിച്ചു വലിക്കുകയും അതുപോലെ തന്നെ അവരെ നിലത്ത് തള്ളിയിടുകയും അങ്ങനെ വീണ അഭിഭാഷകർക്ക് അവരുടെ ശരീരത്തിന് നല്ല വേദന ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അവരെ ഉടനെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ഈ സംഭവത്തിന് ഒരു മാപ്പ് പറയുന്നതിന് പകരം അതിന് ക്ഷമ ചോദിക്കുന്നതിന് പകരം ഈ പ്രതി അഭിഭാഷകയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു അക്രമമാണ് ഉണ്ടായത് എന്ന ദ്വേന ആശുപത്രിയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ ശ്രമിക്കുകയും അവിടെ നിന്ന് അഭിഭാഷകർക്കെതിരായി ഒരു പരാതി കൊടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ബാർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അപൂർവമായ ഒരു സംഭവമാണ്. നമ്മുടെ ഈ നിയമ വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ അഭിഭാഷകരുടെ ജോലിയെ തന്നെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ബാർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായ സംഭവമാണ് ഇത്. നിയമവ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്നതും അഭിഭാഷക ജോലിയെ തടസ്സപ്പെടുത്തുന്നതുമാണെന്നും പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ച് മുൻപോട്ടു പോകും. വിഷയത്തിൽ ഇന്നു തന്നെ ബാർ അസോസിയേഷൻ കൌൺസിലറെ കണ്ട് സംഭവത്തിന്റെ നിജസ്ഥിതി വെളിവാക്കുന്നുണ്ടെന്നും അഭിഭാഷകർക്കുള്ള പ്രൊട്ടക്ഷന്റെ കാര്യം വരുന്ന ബാർ കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് GP ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് U ഗീത, അഡ്വക്കേറ്റ് V രത്നാകരൻ എന്നിവർ പ്രതിഷേധ യോഗത്തിൽ സംബന്ധിച്ചു. അഡ്വക്കേറ്റ് അരുൺ CG, അഡ്വക്കേറ്റ് K ഷുഹൈബ്, അഡ്വക്കേറ്റ് ജ്യോതി ജഗദീഷ്, അഡ്വക്കേറ്റ് KC രഘുനാഥ് എന്നിവർ പ്രതിഷേധം രേഖപ്പെടുത്തി. പോലീസ് ഇത്ര ലാഘവത്തോടുകൂടി ഈ കേസ് കൈകാര്യം ചെയ്തത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. മാത്രമല്ല, ഇത് അഭിഭാഷക എന്നത് മാത്രമല്ല, അവരൊരു സ്ത്രീ കൂടിയാണ്. അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പോലീസ് തികച്ചും ഇതിന് ശക്തമായ വകുപ്പുകൾ, സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു. അതിന് പകരം ഒരു സിമ്പിൾ ഹർട്ട് 324 വകുപ്പ് ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് ഏത് അടിസ്ഥാനത്തിലാണ്? ആ പ്രതിയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നത് വളരെ സംശയം ഉണ്ടാക്കുന്നതാണ്. ആ പ്രതിയുടെ സ്വാധീനം പോലീസിനെ സ്വാധീനിച്ചോ അല്ലെങ്കിൽ പ്രതിക്ക് വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സഹായം കിട്ടിയോ എന്നുള്ള കാര്യം വിശദമായ അന്വേഷണത്തിലാണ്. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. ഇന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത്. ഇന്നലെ രാത്രി തന്നെ SI അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു എന്ന് ഇന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത്. സമഗ്ര ന്യൂസ്, തലശ്ശേരി.